നമ്മൾ കാണുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വിചിത്രമാണ് ഈ പ്രകൃതിയുടെ നിയമങ്ങൾ. ചിലപ്പോൾ അത് ജീവൻ നൽകും, ചിലപ്പോൾ ജീവൻ എടുക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ മനുഷ്യൻ ലോകത്തിൽ നിന്നും മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇരുണ്ട രഹസ്യങ്ങളെ അത് കാത്തു സൂക്ഷിക്കും, വരും തലമുറകൾക്ക് മുന്നിൽ വിചാരണയ്ക്കായി വിട്ടുകൊടുക്കാൻ വേണ്ടി. ഭൂമിക്കടിയിൽ വെളിച്ചവും വായുവും കടക്കാത്ത ആഴങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കരുതുന്നത് അവിടെ എല്ലാം ദ്രവിച്ചു തീരുകയാണെന്നാണ്, അസ്ഥികളും മാംസവുമെല്ലാം വെറുതെ മണ്ണടിയുകയാണെന്ന്. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രകൃതി ഒരു സംരക്ഷകന്റെ റോൾ ഏറ്റെടുക്കും. വായുവില്ലാത്ത, വെളിച്ചമില്ലാത്ത ആഴങ്ങളിൽ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളും രാസവസ്തുക്കളും ചേർന്ന് ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നൂറ്റാണ്ടുകളോളം ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കുന്ന വിസ്മയങ്ങൾ. മനുഷ്യൻ വിചാരിക്കും താൻ ചെയ്ത തെറ്റുകൾക്ക് തെളിവില്ലെന്ന്. സാക്ഷികളില്ലാത്ത കൊലപാതകങ്ങളും ആരും കാണാതെ മറവ് ചെയ്ത ശരീരങ്ങളും കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇല്ലാതാകുമെന്ന് അവർ വിശ്വസിക്കും. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നിയമത്തിന്റെ കണ്ണുകളെ എപ്പോഴും വെട്ടിക്കാമെന്ന് അവർ അഹങ്കരിക്കും. എന്നാൽ പ്രകൃതി എല്ലാത്തിനും സാക്ഷിയാണ്. മനുഷ്യൻ തെളിവുകൾ നശിപ്പിച്ചിടത്തു നിന്നും പ്രകൃതി സ്വന്തമായി തെളിവുകൾ നിർമ്മിക്കാൻ തുടങ്ങും. അത്തരത്തിൽ മനുഷ്യന്റെ ബുദ്ധിയെ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ പ്രകൃതി തോൽപ്പിച്ച ഒരു വിചിത്രമായ കഥയാണിത്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. വർഷം 2025. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസിന്റെ അതിർത്തിയോട് ചേർന്നുള്ള വിജനമായ ഒരു പ്രദേശം. അവിടെ പുതിയൊരു ഹൈവേക്ക് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ചതുപ്പുനിലം നികത്തുന്നതിനായി വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആഴത്തിൽ ചെളി കോരി മാറ്റുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ആ കട്ടിപ്പാറ എന്തിലോ തട്ടിയത്. തുടർന്ന് തൊഴിലാളികൾ നടത്തിയ തിരച്ചിലിൽ ചെളിക്കുള്ളിൽ ശ്വാസം മുട്ടിക്കിടക്കുന്നത് പോലെ ഒരു ചാക്ക് കണ്ടെത്തുകയായിരുന്നു. അവരത് വലിച്ച് കരക്കിട്ടു. നൂൽ കഷ്ണങ്ങൾ പണ്ടേ പഴകി ദ്രവിച്ച ആ ചാക്ക് പൊട്ടിയപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. പൂർണ്ണമായും അഴുകിത്തീർന്ന, എന്നാൽ കളിമണ്ണിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു പരിധിവരെ കേടുപാടുകൾ കൂടാതെയിരുന്ന ഒരു മനുഷ്യന്റെ അസ്ഥികൂടം. ഉടൻ തന്നെ ലോക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. വസ്ത്രങ്ങളെല്ലാം ദ്രവിച്ചു പോയിരുന്നു. പോക്കറ്റിൽ ഐഡന്റിറ്റി കാർഡോ മറ്റോ ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലായെങ്കിലും മരിച്ചതാരെന്ന് കണ്ടെത്തുക അസാധ്യമായിരുന്നു. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അന്വേഷണം പിന്നീട് വിപുലീകരിച്ചു. തുടർന്ന് നടത്തിയ വിശദമായ DNA പരിശോധനയിലാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. 12 വർഷം മുൻപ്, അതായത് 2013 അവിടെ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കൊൽക്കത്തയിലെ പ്രമുഖ വ്യവസായി വിക്രം സിംഗിന്റേതാണ് ഈ അസ്ഥികൂടമെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചു. 12 വർഷം പഴക്കമുള്ള ഒരു വലിയ കൊലപാതക കേസിന്റെ ചുരുളഴിക്കാൻ കൊൽക്കത്ത ക്രൈംബ്രാഞ്ചിൽ നിന്നും സ്പെഷ്യൽ ഓഫീസറായ രാഹുൽ വർമ്മയും ഫോറൻസിക് ചീഫ് ഡോക്ടർ അർജുൻ ബോസും നേരിട്ടെത്തി. അവർ അസ്ഥികൂടം കണ്ടെത്തിയ ചതുപ്പ് പ്രദേശത്തു നിന്നും മാറ്റി തൊട്ടടുത്തുള്ള ഒരു താൽക്കാലിക ഷെഡിലെ മേശപ്പുറത്ത് നന്നായി വായു സഞ്ചാരമുള്ള രീതിയിൽ വെച്ചു. അപ്പോഴാണ് അവിടെ തികച്ചും അവിശ്വസനീയമായ ഒരു അത്ഭുതം സംഭവിച്ചത്. അതുവരെ വെളുപ്പും മണ്ണും കലർന്ന നിറത്തിലിരുന്ന ആ അസ്ഥികൂടത്തിന്റെ താടിയെല്ലിലും വാരിയെല്ലിന്റെ ഭാഗങ്ങളിലും ചെറിയ തരികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വെറും 10 മിനിറ്റിനുള്ളിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനും വെളിച്ചവും തട്ടിയതോടെ ആ തരികൾക്ക് ഇളം നീല നിറവും പിന്നീട് അത് കടും നീല നിറവുമായി മാറി. ചതുപ്പിലെ ഇരുട്ടിൽ നിന്നും പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ആ അസ്ഥികൂടം നീല വെളിച്ചത്തിൽ തിളങ്ങുന്നത് പോലെ തോന്നിപ്പിച്ചു. കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇത് വല്ല കെമിക്കൽ മാജിക്കുമാണോ എന്ന് അത്ഭുതപ്പെട്ടെങ്കിലും ഫോറൻസിക് ചീഫ് ഡോക്ടർ അർജുൻ ബോസ് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ അത് നോക്കിക്കൊണ്ട് ആ രഹസ്യം വെളിപ്പെടുത്തി. ഇത് മാജിക് അല്ല, വിവിയനൈറ്റ് എന്ന് വിളിക്കുന്ന അപൂർവ ക്രിസ്റ്റലുകളാണെന്നും പ്രകൃതി കുറ്റവാളിയുടെ പേരെഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങളാണിവയെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വിക്രം സിംഗിന്റെ പഴയ കേസ് ഡയറി രാഹുൽ വർമ്മ വീണ്ടും വിശദമായി പരിശോധിച്ചു. അന്ന് വിക്രമിന്റെ ബിസിനസ് പാർട്ട്ണറായിരുന്ന രാഘവായിരുന്നു പ്രധാനമായി സംശയിക്കപ്പെട്ടിരുന്ന ആൾ. വിക്രം കാണാതാകുന്നതിന് തൊട്ടു മുൻപ് ഇരുവരും തമ്മിൽ കോടികളുടെ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ തെളിവുകളോ ശവശരീരമോ കിട്ടാത്തതുകൊണ്ട് അന്ന് നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് രാഘവ് രക്ഷപ്പെട്ടു. ഇന്ന് രാഘവ് കൊൽക്കത്തയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു കോടീശ്വരനാണ്. രാഹുൽ വർമ്മ രാഘവിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. വളരെ കൂളായി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒരു കള്ളച്ചിരിയോടെയാണ് രാഘവ് ഇരുന്നത്.
വിക്രം തന്റെ നല്ല സുഹൃത്തായിരുന്നുവെന്നും ബിസിനസ്സിലെ നഷ്ടം കാരണം മാനസികമായി തകർന്ന് അവൻ ചതുപ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നും 12 വർഷം കഴിഞ്ഞ് ഈ കേസിൽ തന്നെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുമാണ് അയാൾ വാദിച്ചത്. എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇരുന്ന രാഘവിനെ നോക്കി രാഹുൽ വർമ്മ പറഞ്ഞു, വിക്രം ആത്മഹത്യ ചെയ്തതല്ലെന്നും അയാളെ കൊന്നതാണെന്നുമുള്ള തെളിവ് ആ അസ്ഥികൂടം തന്നെ തന്നിട്ടുണ്ട്. തുടർന്ന് ഫോറൻസിക് ചീഫ് ഡോക്ടർ അർജുൻ ബോസ് അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഓരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി. വിക്രമിന്റെ എല്ലുകളിൽ വിവ്യനൈറ്റ് ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലുകളിലെ ഫോസ്ഫേറ്റും പുറത്തുനിന്നുള്ള ഇരുമ്പും വായുവില്ലാത്ത ചതുപ്പിലെ വെള്ളവും ഒത്തുചേരുമ്പോഴാണ് സാധാരണയായി ഈ ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്നത്. എന്നാൽ വിക്രമിന്റെ ബോഡി കണ്ടെടുത്ത ചതുപ്പിലെ മണ്ണിൽ ഇരുമ്പിന്റെ അംശം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അസ്ഥികൂടത്തിൽ എങ്ങനെ ഇരുമ്പ് വന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ രാഘവിന്റെ മുഖത്തെ ചിരി പതുക്കെ മാഞ്ഞു തുടങ്ങി. വിക്രമിന്റെ ഇടത് നെഞ്ചിന്റെ വാരിയലിനിടയിൽ വിവ്യനൈറ്റ് ക്രിസ്റ്റലുകൾ ഒരു കാട് കണക്കെയാണ് വളർന്നിരുന്നത്. ഫോസ്ഫേറ്റും വെള്ളവും ധാരാളമുള്ള ഓക്സിജന്റെ സാന്നിധ്യമില്ലാത്ത മണ്ണിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപൂർവ രാസപ്രവർത്തനമാണിത്. എല്ലുകളിലും പല്ലുകളിലുമുള്ള ഫോസ്ഫേറ്റ് ചുറ്റുപാടുമുള്ള ഇരുമ്പുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഹൈഡ്രേറ്റഡ് അയൺ ഫോസ്ഫേറ്റ് മിനറൽ രൂപപ്പെടുന്നത്. തുടക്കത്തിൽ നിറമില്ലാത്ത ഇവ വെളിച്ചമേൽക്കുമ്പോൾ കടും നീലയോ പച്ചയോ നിറമുള്ള അതിമനോഹരമായി തിളങ്ങുന്ന കല്ലുകളായി മാറുന്നു. ലബോറട്ടറി പരിശോധനയിൽ ആ ക്രിസ്റ്റലുകളുടെ നടുവിലായി ദ്രവിച്ചുപോയ ഒരു ഇരുമ്പ് കത്തിയുടെ കഷ്ണം കണ്ടെത്തുകയായിരുന്നു. 12 വർഷം മുൻപ് രാഘവ് വിക്രമിന്റെ നെഞ്ചിലേക്ക് കത്തി കയറ്റിയപ്പോൾ ആ കത്തിയുടെ മുന എല്ലിൽ തട്ടി ഒടിഞ്ഞ് ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തുടർന്ന് ബോഡി ചാക്കിലാക്കി ചതുപ്പിൽ താഴ്ത്തി. വിക്രമിന്റെ എല്ലിലെ ഫോസ്ഫറസും കൊലക്കത്തിയിലെ ഇരുമ്പും തമ്മിൽ ആ ചതുപ്പിലെ വെള്ളത്തിൽ വെച്ച് 12 വർഷം കെട്ടിപ്പിണഞ്ഞു കിടന്നുണ്ടായ രാസപ്രവർത്തനമായിരുന്നു ആ നീല ക്രിസ്റ്റലുകൾ. മറ്റാരോ കുത്തിയ കത്തിയായിരിക്കാം അതെന്നും അത് താനാണെന്ന് തെളിയിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് രാഘവ് അവസാനമായി ഒന്നുകൂടി തർക്കിക്കാൻ ശ്രമിച്ചു. എന്നാൽ രാഹുൽ വർമ്മ 12 വർഷം മുൻപ് രാഘവിന്റെ വീട്ടിൽ നടന്ന ഒരു പാർട്ടിയിൽ കേക്ക് മുറിക്കാൻ ഉപയോഗിച്ച ആനക്കൊമ്പ് പിടിയുള്ള ആഡംബര കത്തിയുടെ ചിത്രം അയാളുടെ മുന്നിലേക്കിട്ടു. ആ കത്തി വീട്ടിൽ നിന്ന് കാണാതായി എന്ന് അന്ന് രാഘവിന്റെ ഭാര്യ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. അവർക്ക് ഈ കൊലപാതകത്തെ പറ്റി അറിവില്ലായിരുന്നത് കൊണ്ട് തന്നെ അന്ന് അതൊരു മോഷണ കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. വിക്രമിന്റെ നെഞ്ചിൽ നിന്നും കിട്ടിയ ഒടിഞ്ഞ കത്തിമുനയുടെ ലോഹഘടനയും ഈ കത്തിയുടെ ബാക്കി ഭാഗത്തിന്റെ ഘടനയും 100% ഒന്ന് തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു. ഒടുവിൽ രാഘവിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അയാൾ ഇന്ന് ജയിലിലാണ്. പ്രകൃതി 12 വർഷം ആ തെളിവ് കേടുപാട് കൂടാതെ ആ നീല ക്രിസ്റ്റലുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം പ്രകൃതിയുടെ അദൃശ്യമായ ഇടപെടൽ കാരണം ഒരു കുറ്റകൃത്യം കൂടി തെളിയിക്കപ്പെട്ടു. മനുഷ്യൻ എത്രയൊക്കെ തന്ത്രപൂർവ്വം തെളിവുകൾ നശിപ്പിച്ചാലും പ്രകൃതിയുടെ കോടതിയിൽ സത്യം ഒരു നാൾ പുറത്തുവരും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം.